പല്ലിന് ചികിത്സിക്കുന്ന ദന്തരോഗികൾ പൊതുവെ 4 തരമാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1, ഇവർക്ക് പല്ലിനെ ചികിത്സിക്കാൻ ഒരു താല്പര്യമില്ല. അവർ പല്ലിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അത് ഡെന്റിസ്റ്റായ ഞങ്ങളെ ഭാഷ പറയും നെഗ്ലക്റ്റഡ് മൗത്ത്. അവർ വായക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ടോട്ടൽ പേഷ്യൻസിനകത്ത് ദാറ്റ് ഈസ് ഓൺലി 20%, അല്ലെങ്കിൽ ലെസ് ദാൻ 20%. ദാറ്റ് വിൽ റെഡ്യൂസ് ബൈ എഡ്യൂക്കേഷൻ. അറിവിനനുസരിച്ച് ഇത് കുറയും. രണ്ടാമത്തെ കാറ്റഗറിയാണ്, നമ്പർ 2 കാറ്റഗറിയാണ് ഡൂയിങ് നീഡ്ഫുൾ. ഒരാള്, ഇതാണ് ഏറ്റവും കൂടുതലുള്ള ടീം, അവരെ ക്ലിനിക്കിനകത്തോട്ട് ട്രീറ്റ്മെന്റിലോട്ട് വരുത്തുന്നത് ദർ ഈസ് എ പെയിൻ, ഒരു വേദനയാണ് അവർക്ക്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ, പല്ലിന് പുളിപ്പോ വേദനയോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അവർ വരുന്നത്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം ഡൂയിങ് വാട്ട് ഈസ് നീഡ്ഫുൾ ആയ കാര്യങ്ങൾ അവർ ചെയ്യും. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് 60% ഉള്ളത്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അത് റിമൈനിങ് 20% ആണ്. എന്താണ് ഇവരുടെ പ്രത്യേകത? അവര് ട്രീറ്റ്മെന്റിനെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടല്ല കാണുന്നത്, അവരതൊരു ഇമ്മ്യൂൺ റെസിസ്റ്റന്റ് ആക്ഷനാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ അതിനെ ട്രീറ്റ്മെന്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ക്ലാസ് വന്നാൽ നമുക്കൊന്ന് ഉറപ്പിക്കാം, they are more aware in their dental and physical health. അവർ ശാരീരികമായും ഡെന്റലും എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. താങ്ക് യു.